ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷുഹ വ്ളോഗും. അപ്പോൾ കുറേ ദിവസമായില്ല ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ബട്ട് കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ലാസ്റ്റായിട്ട് ഇൻസ്റ്റയിൽ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം ആളുകൾ അത് കാണുന്ന ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വീഡിയോ എന്താന്ന് വെച്ചാൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ജോബ് കിട്ടുമോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞാൻ ടീച്ചർ ആയതുകൊണ്ടും അതുപോലെ തന്നെ ബിസിനസ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ ആയതുകൊണ്ടും ആ വീഡിയോ കണ്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഒരുപാടെന്ന് പറഞ്ഞാൽ എത്രയെന്ന് കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല, അത്രത്തോളം പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിഗ്രി കഴിഞ്ഞാൽ ജോബ് കിട്ടും, ഡിഗ്രി കഴിഞ്ഞിട്ട് എങ്ങനെ ടീച്ചറായിട്ട് കയറിയെന്നൊക്കെ ചോദിച്ച് കുറേ പേരും എനിക്ക് മാക്സിമം പറ്റുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോരുത്തരുടെ റെസ്പോൺസ് കാര്യങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. കുറേ പേരിങ്ങനെ ചോദിച്ചു എങ്ങനെ, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസും അവരോട് പഠിച്ച കാര്യങ്ങളും ഒക്കെ എന്നോടും ഇങ്ങോട്ട് നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായി താൻ്റെ വോയിസ്, നല്ല ഇൻസ്പയർഡ് ആയി എന്നൊക്കെ ഉള്ളത്. ഇൻസ്പയർഡ് ആവാൻ മാത്രമൊക്കെ ഒന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പം എന്തായാലും അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. പിന്നെ കുറേ പേര് ബിസിനസ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ ആയത് എങ്ങനെ അതിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ വേറെ എപ്പോഴേലൊക്കെ ഒരു വീഡിയോ ഇടണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പറയുന്നത് ടീച്ചറിനെ പറ്റി. കാരണം കൂടുതൽ പേർക്ക് അറിയുന്നത് ടീച്ചിങ് എങ്ങനെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ടീച്ചറായി എന്നുള്ളതും. പിന്നെ കുറേ ഇപ്പം കൂടുതൽ എനിക്ക് പേഴ്സണലായിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളതും. അതുപോലെ കമന്റ്സിൽ കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചു ഹൗ ഇറ്റ്സ് പോസിബിൾ എന്നൊക്കെ ചോദിച്ചാണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളതും. എത്ര പേര് കാണും ഈ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് പറയാലോ, യൂട്യൂബിലുണ്ട്, അത് പോയി നോക്കാന്നുള്ളത് പറയാലോ. അപ്പൊ ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്, അതായത് ഞാൻ എങ്ങനെ ടീച്ചിങ്ങിലോട്ട് കയറി, എങ്ങനെ ഞാൻ ടീച്ചറായി എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ സമയത്തും ഒരു കോഴ്സ് എടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. എല്ലാവരും ഓരോരുത്തരോടൊന്ന് ചോദിക്കും നിങ്ങൾ എന്താ ചെയ്ത്, ഇനി എന്താ PG പോകണം. അപ്പോൾ കുറച്ച് പേര് PG പോകാന്ന് പറഞ്ഞു, ഫ്രണ്ട്സൊക്കെ. വേറെ കുറേ പേര് പറഞ്ഞു ഇല്ല കോഴ്സ് എടുക്കുക, ഇനി PG ഒന്നും നടക്കില്ല, കോഴ്സ് എടുക്കാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ PG പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റി പോയി പഠിക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. കേരളത്തിൽ പഠിക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പഠിക്കുകയാണെങ്കിൽ PG പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് പോയുള്ള യൂണിവേഴ്സിറ്റിയിലായിരുന്നു. പക്ഷെ അതൊരിക്കലും നടക്കില്ല എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. പിന്നെ നെക്സ്റ്റ് ചോയ്സ് പിന്നെ വരുന്നത് കോഴ്സ് എന്തെങ്കിലും എടുക്കാന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നോക്കാം കോഴ്സിന്റെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ഫീസ് കാര്യങ്ങളൊക്കെ എത്ര എന്നൊക്കെ നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കോഴ്സിന്റെ ഓരോന്നിങ്ങനെ നോക്കുമ്പം ഏതൊരു കോഴ്സ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഫീസ് വരുന്നുണ്ട്. നല്ല ഫീസ് എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ആ വരുന്ന ഫീസൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹൈ ആണ്. കാരണം ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെട്ടൊരു കുട്ടിയാണ്. പിന്നെ അത് മാത്രമല്ല ഇനി ഡിഗ്രി വരെ ഞാൻ BA മാസ് കമ്മ്യൂണിക്കേഷൻ, കുറേ പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഡിഗ്രി പഠിച്ചത്. ഞാൻ BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ആയിരുന്നു. അതിന് എനിക്ക് ഫീസ് ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്കറിയാം പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം പിന്നെ അത് മാത്രമല്ല അതിൽ ഗവൺമെന്റ് കോളേജസിൽ കൂടുതൽ അത് വരുന്നില്ല. ഗവൺമെന്റ് എന്നല്ല, കൂടുതലും കോളേജസിൽ അത് ഫീസ് കൊടുത്ത് തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പൊ പിന്നെ ഇനി അടുത്ത് ഒരു ഫീസ് കൊടുത്ത് പഠിക്കുന്നതോട് ഒട്ടും ഇൻട്രസ്റ്റ് അല്ല. പിന്നെ എനിക്ക് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പെട്ടെന്ന് ഒരു ജോബിൽ കയറണം. ഒരു ചെറിയ ജോബാണെങ്കിലും കുഴപ്പമില്ല, ജോബിന് കയറണം എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം ഫിനാൻഷ്യലി ഭയങ്കര ബാക്കൊക്കെ ആയിട്ട് പിന്നെ കയ്യിൽ ഒരു പൈസ ഇല്ലാണ്ട് നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മെന്റലി ഇങ്ങനെ വരുമല്ലോ, എന്തെങ്കിലും ആവണം, എന്തെങ്കിലും ചെറുതിലെങ്കിലും ഒന്ന് കൂടണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ഓരോ ജോബിന്റെ ഒക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അസ്ലം, എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ചെൻ്റെ ഫ്രണ്ടാണ്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ടീച്ചിങ് ലൈഫിലോട്ട് ഞാൻ എത്തിപ്പെട്ടത് അവൻ്റെ അഡ്വൈസ് കാരണമാണ്. അവൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്തായാലും അപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവൻ്റെ പേര് പറയുന്നത് നിർബന്ധമാണ്, 100% നിർബന്ധമാണ്. കാരണം ഞാൻ ടീച്ചിങ് ലൈഫിൽ എത്താനുള്ള റീസൺ എന്ന് പറയുന്നത് അവൻ തന്നെയാണ്. കാരണം ഞാൻ എപ്പോഴും അവനക്ക് ആ ഒരു ടൈമിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്താ ഇപ്പം ചെയ്യുക, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എന്ത് ജോബ് വേണം എന്നൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു സുമയ്യ എനിക്ക് ടീച്ചിങ്ങിന് ഭയങ്കര സ്കില്ലുള്ളതല്ലേ, ഈ ഒന്ന് ട്യൂഷൻ സെൻറ്ററിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കും, കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ട്യൂഷൻ സെൻറ്ററിലും കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഈ ചോദിച്ചു നോക്ക്,
നമ്മൾ ഒന്ന് അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, എന്തായാലും എന്ന് ചോദിച്ചു നോക്കണം. അപ്പം ഞാൻ ഓക്കെ, എനിക്ക് പിന്നെ എല്ലാത്തിലും പോയി അന്വേഷിക്കുന്നതും ചോദിക്കുന്നതും എനിക്കൊന്നും അങ്ങനെ മടിയില്ലാത്തൊരു കുട്ടി തന്നെയാണ് ഞാൻ. അപ്പം അപ്പം എനിക്ക് പറഞ്ഞു തന്നു, ഈ എന്ത് ചെയ്യണം, ഒരു കോഴ്സ് നീ ഫോക്കസ് ചെയ്യണം, ആ ഒരു കോഴ്സ് ഒരു സബ്ജക്റ്റ് നീ ഫോക്കസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാ വിഷയവും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, ഏതിലൊരു സബ്ജക്റ്റ്. അപ്പം നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക ഏത് സബ്ജക്റ്റാണെന്നത്. അപ്പം ബബ്ബ അടിക്കണ്ടല്ലോ. അപ്പം നീ ഫസ്റ്റ് തന്നെ ഒരു സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ടും ആ സബ്ജക്റ്റ് നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ നീ 8, 9, 10 ഒക്കെ അത് പഠിപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കണമെന്ന്, ഈ ഒന്ന് ഫോക്കസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ അന്ന് തന്നെ രാത്രി ഞാൻ ഏത് സബ്ജക്റ്റ് എടുക്കും, ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. പിന്നെ ഞാൻ വെച്ചാൽ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് എടുക്കാമെന്നത്. എനിക്കിഷ്ടമാണ്, ഇങ്ങനെ ഹിസ്റ്ററിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ് കേട്ടോ, എല്ലാ സബ്ജക്റ്റും ഇഷ്ടം മീൻസ് ഭയങ്കര അങ്ങനെയല്ല, കുഴപ്പമില്ല അങ്ങനെ. അപ്പം ഞാൻ വിചാരിച്ചു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ഞാൻ ഫോക്കസ് ചെയ്തു. എന്നിട്ട് ഞാൻ 8, 9, 10 ക്ലാസ് ചാപ്റ്റേഴ്സൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമില്ല, ഈസിയാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കാനൊക്കെ ഓക്കെയാണെന്ന് എനിക്ക് തോന്നും. പിന്നെ ഞാൻ വിളിയോട് വിളിയായിരുന്നു ഓരോ ട്യൂഷൻ സെൻറ്റേഴ്സിനും. അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരെടുക്കുന്നതാണ്. അതായത് ഒരു ട്യൂഷനിക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഏത് സബ്ജക്റ്റ്, അപ്പം ഞാൻ പറഞ്ഞു സോഷ്യൽ സയൻസ് സബ്ജക്റ്റ്. ഓക്കെ നിങ്ങൾ വന്നോളൂ, നമുക്ക് നോക്കാം, പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ പറയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഓരോ ട്യൂഷനിലേക്ക് വിളിക്കുന്ന സമയത്ത് എനിക്കങ്ങനെ മനസ്സിലായി, ശരിയാണ്, ഡിഗ്രി ക്വാളിഫിക്കേഷനിൽ നമുക്ക് ടീച്ചിങ്ങിലേക്ക് കയറാന്നുള്ളത്. അങ്ങനെ ആ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ ട്യൂഷനിക്ക് വേണ്ടിയിട്ട് കോൾ ചെയ്ത സമയത്തും അങ്ങനെ ഒരു ട്യൂഷൻ എനിക്ക് കിട്ടി. അതുപോലെ ഞാനിങ്ങനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഹയർ സെക്കൻഡറി സാറിനായിപ്പോയി അതൊരു ആ ഒരു കോണ്ടാക്ട്. അപ്പം ഞാൻ ട്യൂഷനത്തെ സാറിനെ വിളിച്ചത് അതൊരു ഹയർ സെക്കൻഡറി സാറായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ വാക്കൻസി ഉണ്ട് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു പറയാം, ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ സാർ എനിക്ക് കോണ്ടാക്ട് ചെയ്തത്. ഒരു എക്കണോമിക്സ് ടീച്ചറിൻ്റെ ഒരു വാക്കൻസി ഉണ്ട്, അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ട്, അതായത് എന്നെ അല്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാണ്ട്. അപ്പം തന്നെ ഞാൻ സാറോട് പറഞ്ഞു സാറേ ഞാൻ പഠിപ്പിക്കട്ടെ, ഒന്നാമത് പ്രൈവറ്റ് സ്കൂൾ, അപ്പം ഞാൻ പഠിപ്പിക്കട്ടെ ചോദിച്ചു. അപ്പോൾ സാർ ഒന്നും ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ടൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും സാർ പെർമനൻ്റ് അല്ലല്ലോ, ടെമ്പററി ആയിട്ട് ജസ്റ്റ് ആ സാറ് വേറെ സാറ് വരുന്ന വരെ ഞാൻ വന്ന് പഠിപ്പിക്കട്ടെ, സാറിന് ഓക്കെ ആണെങ്കിൽ മാത്രം എന്നെ എടുത്താൽ മതി, ഞാൻ ഒരു ദിവസം പഠിപ്പിച്ചിട്ട് സാറിന് ഓക്കെ ആണെന്ന് തോന്നിയെങ്കിൽ മാത്രം എടുത്താൽ മതി, ഞാൻ പഠിപ്പിക്കാറുള്ളൂ. എക്കണോമിക്സ് സബ്ജക്റ്റാണ്, +1 +2 ആണ്. ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന എന്തുണ്ടെങ്കിലും ഞാൻ അതൊന്നും വേണ്ടാന്ന് വെക്കാറില്ല. എനിക്ക് നല്ലതാണ് അല്ലെങ്കിൽ എനിക്കത് ഉപകാരമുള്ളതാ തോന്നിയൊക്കെ ഞാൻ ഓക്കെ പറയാറുണ്ട്. ഞാൻ ധൈര്യമായിട്ട് തന്നെ ഞാൻ മുമ്പോട്ട് പോകാറുണ്ട്. ആ ഒരു സമയത്ത് എക്കണോമിക്സ് വിഷയമൊക്കെ എനിക്ക് പറ്റുമോ ഇല്ല ഒന്നും അറിയില്ല, പക്ഷേ എനിക്കപ്പോൾ വേണ്ടത് ഒരു ജോബാണ്. ഞാൻ അങ്ങനെ സാറിനോട് സംസാരിച്ചപ്പോൾ സാറിന് ഭയങ്കര ഇഷ്ടമായാലും ഓക്കെ ആയി തോന്നുന്നു. അപ്പോൾ സാറിനോട് പറഞ്ഞു ഓക്കെ ഈ നാളെ ഒന്ന് വാ, എന്നിട്ടൊന്ന് എക്കണോമിക്സ് എടുക്കാം, നമുക്ക് നോക്കിയിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും പെർമനൻ്റ് അല്ല, ടെമ്പററി ആണ്, എനിക്ക് കുഴപ്പമില്ല, ടെമ്പററി ആയാലും കുഴപ്പമില്ല, എനിക്കൊരു എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അങ്ങനെ ഞാൻ പോയി അവിടെ പഠിപ്പിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സാറ് പിന്നെ മുതൽ എന്നോട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 6 മന്ത് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. 6 മന്ത് ഓർ 7 മന്ത് ഒക്കെ ഞാൻ അവിടെ പഠിപ്പിച്ചിട്ട് അതോടൊപ്പം തന്നെ ട്യൂഷൻ സെൻറ്ററിൽ 8, 9, 10 പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ടീച്ചർ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം 100% എല്ലാവർക്കും പറ്റണമെന്നില്ല, പക്ഷെ പറ്റുന്നവരും ഉണ്ട്. അതായത് നമ്മൾ ചില വാക്കൻസീസ് കാണാറുണ്ട്, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സിന് പെട്ടെന്ന് അവർ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു വാക്കൻസിലോട്ട് പെട്ടെന്ന് അർജൻറ്റായിട്ടൊരു ടീച്ചേഴ്സിനെ വേണ്ടി വരും. ആ ഒരു സമയത്താണ് നമ്മൾ പോയി ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഗവൺമെൻറ് സ്കൂളത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഇറ്റ്സ് പ്രൈവറ്റ് സ്കൂൾ. ഓക്കെ, പ്രൈവറ്റ് സ്കൂളത്തെ കാര്യമാണ്. അപ്പം നമ്മൾ പിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരു ജോബ് വേണം, അല്ലെങ്കിൽ ടീച്ചർ, അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു പോസ്റ്റ് വേണം എന്നൊക്കെ നമുക്ക് അത്രത്തോളം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കാം. നമ്മൾ എവിടെയൊക്കെ കാണുന്നോ അവിടെയൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചും അന്വേഷിച്ചും ഒക്കെ നിൽക്കാം. ടീച്ചിങ്ങിൽ കയറിയ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര അതായത് ഒരിക്കലും ഞാൻ ടീച്ചർ ആവണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. അതായത് ടീച്ചിങ് ഫീൽഡിനോട് ഇഷ്ടപ്പെടുന്ന അങ്ങനെയല്ല, പക്ഷെ എനിക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് മാക്സിമം എനിക്ക് കഴിയുന്ന രീതിക്ക് ഞാൻ യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പിന്നെ വെക്കേഷൻ ആയപ്പോൾ പിന്നെ കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് ഞാൻ വേറെ ജോബ് നോക്കിയത്. 3 മാസം വെക്കേഷനല്ലേ, അപ്പോൾ എന്തായാലും വേറെ ജോബ് നോക്കാറുണ്ട്.
പിന്നെ ഇപ്പോൾ ഞാൻ ഒരു ടാൽറോബ് കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റി പറയാൻ, അതായത് ബിസിനസ് ഡെവലപ്മെന്റ് കോർഡിനേറ്റർ ആയിട്ട് എങ്ങനെയാണ്, എന്താ ജോബ്, എങ്ങനെ അത് കിട്ടി, എങ്ങനെ ഈ ഒരു ഇത്രയും വലിയ കമ്പനിയിൽ എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിച്ചാണ്ട് ഞാൻ എന്തായാലും ഇത് അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുണ്ട്. സോ അടുത്ത വീഡിയോ, അല്ലെങ്കിൽ അടുത്തെന്നല്ല, എപ്പോഴേലൊക്കെ ഫ്രീ ആവുമ്പോൾ ഞാനും അതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ